വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ISLൽ മുഹമ്മദ് അൻസിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. എതിരില്ലാത്ത 3 ഗോളിന് മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെ തോൽപ്പിച്ചു. ജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് 10ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനിൽ, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എന്താണ് മത്സരത്തിലുടനീളം കാണാൻ കഴിഞ്ഞത്? നേരത്തെ ചില പ്രതിഷേധങ്ങളൊക്കെ കണ്ടു. ആരാധകരുടെ ആവേശം, വിശദാംശങ്ങൾ അനിൽ. ആരാധക പ്രതിഷേധം അങ്ങനെ ഉണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ ഒരു പരിഹാരം എത്തിക്കൊണ്ടാണ് ഇപ്പോൾ എതിരില്ലാത്ത 3 ഗോളിന് മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചിരിക്കുന്നത്. ആരാധകരുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ ആദ്യം പോകാം. എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല കളിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കളി തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയ തിരിച്ചടികളായിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ. തോൽവി, വലിയ ആരാധക പ്രതിഷേധം, മാനേജ്മെന്റ്. അപ്പൊ എന്തായാലും അതിനൊക്കെ ഒരു ചെറിയൊരു പരിഹാരം. തീർച്ചയായിട്ടും നമ്മളെന്താണെന്ന് വെച്ചാൽ വളരെ ദൂരത്തുനിന്ന് വളരെ ആകാംക്ഷയോടെയാണ് ഇവിടെ വരുന്നത്. നമുക്കറിയാം പല വിധ ചെലവുകളും ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ കരുതിയിട്ടുള്ള ഒരു ബെനിഫിറ്റ് അതിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതെന്താണ്, നമ്മൾ സങ്കടപ്പെടും. നേരെ മറിച്ച് ഇന്ന് തീർച്ചയായിട്ടും നമ്മൾ ആഹ്ലാദം. ഏതായാലും എതിരില്ലാത്ത 3 ഗോളിനാണ് റീജിത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ ജയമുണ്ടായിരുന്നത്. 62ാം മിനിറ്റിൽ ആദ്യം ഒരു സെൽഫ് ഗോളിന്റെ രൂപത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തിയത്. തൊട്ടു പിന്നാലെ നോവ സദോയ് വീണ്ടും ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ നേടുന്നു കണ്ടു. സീസണിലെ നോവയുടെ 5ാം ഗോൾ. ഒടുവിൽ നോവ മാറിയെങ്കിലും പിന്നാലെ എത്തിയ കോയ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ ജയം പൂർത്തിയാക്കി 90ാം മിനിറ്റിൽ 3ാം ഗോൾ നേടി. ജയത്തോടുകൂടി വീണ്ടും 10ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ആരാധകർക്ക് എന്തായാലും വലിയൊരു ക്രിസ്മസ് സമ്മാനം കൂടിയായി. ഒരു അടിച്ചുപൊളിയാണ്, ഇത്രേ ഉള്ളൂ. എന്തായാലും ഈ ഒരു മൊമെന്റം നിലനിർത്തണം. പിന്നെ അങ്ങക്ക് കാര്യങ്ങൾ സന്തോഷം. ഇത്ര നാൾ ഞങ്ങൾ ഒരുപക്ഷെ ഹെസൂസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കളിയും തോറ്റില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു തിരിച്ചുവരവ്, അടിപൊളി തിരിച്ചുവരവാണ്. ഇനി ഈ മൊമെന്റം നിലനിർത്തണം. ഇനി തോക്കാൻ അതാണ് പല ആരാധകരും പറയുന്ന പോലെ ഒന്നാം തരം ഒരു ക്രിസ്മസ് സമ്മാനം എന്നാണ് പറയുന്നത്. ക്രിസ്മസിന് വേറൊരു സമ്മാനം വേണ്ടെന്ന് പോലും ഒരു കുട്ടി ആരാധകൻ പറയുന്ന കാഴ്ച കണ്ടു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച വിജയം. ഒരുപക്ഷെ ആദ്യ ഹാഫിൽ ധാരാളം പിഴവുകൾ ഉണ്ടായിരുന്നു. പക്ഷെ 2ാം ഹാഫിലേക്ക് വന്നപ്പോൾ ഏറ്റവും മികച്ച കളി. ഗോൾ അവസരങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. പലതും പോസ്റ്റിൽ തട്ടി തെറിച്ചുപോയി. എന്നിരുന്നാൽ പോലും ഒരുപക്ഷെ 5-0 ജയിക്കേണ്ട കളിയാണ്. 3-0 ഒതുങ്ങിയാൽ പോലും ഏറ്റവും ഒരു വിജയം തന്നെയാണ്. തകർപ്പൻ ജയം സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരിക്കുന്നു. എതിരില്ലാത്ത 3 ഗോളിന് മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. അനിൽ വാസുദേവ് കലൂർ സ്റ്റേഡിയത്തിൽ നിന്നുള്ള വിവരങ്ങൾ. ആരാധകരുടെ ആവേശം, അതിന്റെ ദൃശ്യങ്ങളൊക്കെ പങ്കുവയ്ക്കുകയായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസത്തിനുള്ള കരട് പദ്ധതി മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. ദുരന്തത്തിനിരയായവരെ പുനരധിവസിപ്പിക്കാൻ 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. പദ്ധതിക്ക് വ്യാഴാഴ്ച മന്ത്രിസഭ അംഗീകാരം നൽകും. വയനാട് പുനരധിവാസ പദ്ധതിയുടെ അവതരണത്തിന് വേണ്ടിയാണ് ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പുനരധിവാസ പദ്ധതിയുടെ കരട് മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. പവർ പോയിന്റ് പ്രസന്റേഷനിൽ വീടുകളുടെ ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കി. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. ഒന്ന് കൽപ്പറ്റയിലും മറ്റൊന്ന് മേപ്പാടി നെടുമ്പാലയിലുമാണ്. 2 ടൗൺഷിപ്പുകളും ഒറ്റഘട്ടമായി പൂർത്തിയാക്കും. 1000 സ്ക്വയർ ഫീറ്റുള്ള ഒറ്റനില വീടുകളാണ് നിർമ്മിച്ചു നൽകുക. എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ടൗൺഷിപ്പുകൾക്ക് 750 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പുനരധിവാസത്തിന് സഹായം വാഗ്ദാനം ചെയ്തവരുടെ വിശദാംശങ്ങളും കരട് പദ്ധതിയുടെ ഭാഗമായി അവതരിപ്പിച്ചു. സഹായം വാഗ്ദാനം ചെയ്ത 38 പേരുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കും. 50 വീടുകൾ മുതൽ വാഗ്ദാനം ചെയ്തവരെ പ്രധാന സ്പോൺസർമാരായി കണക്കാക്കും. പുനരധിവാസ പദ്ധതി അടുത്ത വ്യാഴാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് അംഗീകരിക്കും. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുന്ന തീരുമാനവും മന്ത്രിസഭ കൈക്കൊള്ളും. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിൽ ജയിച്ചത് വർഗീയ ചേരിയുടെ പിന്തുണയോടെ എന്ന നിലപാട് ആവർത്തിച്ച് CPIM PB അംഗം A വിജയരാഘവൻ. ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കുമ്പോൾ അസഹിഷ്ണുതയോടെയാണ് ഇവർ കാണുന്നത്. എത്ര ആക്ഷേപിച്ചാലും കോൺഗ്രസ് നടത്തുന്ന വർഗീയ പ്രീണന നയത്തെ തുറന്നു കാണിക്കുമെന്നും A വിജയരാഘവൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിക്കുന്നു. വയനാട്ടിലെ UDF വിജയത്തിന് പിന്നിൽ മുസ്ലിം വർഗീയ ചേരിയെന്ന CPIM പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവന്റെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷം. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്ന പരാമർശം എന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. ക്രൂരമായ പരാമർശമെന്ന് മുസ്ലിം ലീഗും കുറ്റപ്പെടുത്തി.
രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെ എന്ന എ വിജയരാഘവന്റെ പ്രസ്താവനയാണ് വീണ്ടും വിവാദത്തിലായത്. വിജയരാഘവനെ CPM തള്ളിപ്പറയണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. CPM ഭൂരിപക്ഷ വർഗീയത ഇളക്കിവിടുന്നുവെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. ഭൂരിപക്ഷ വർഗീയത ലക്ഷ്യം വെച്ച് ഒന്നിനു പിറകെ ഒന്നായിട്ട് CPMന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന പരിപാടിയാണ്. പരാമർശത്തിൽ CPM ദേശീയ നേതൃത്വം പ്രതികരിക്കണമെന്ന് KC വേണുഗോപാൽ. അത് CPM പോളിറ്റ് ബ്യൂറോ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. വിജയരാഘവൻ ഇപ്പം വർഗീയ രാഘവനായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയരാഘവനെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് തിരുത്തുന്നില്ലെന്ന K സുധാകരൻ. മുഖ്യമന്ത്രിയും അതിൽപ്പെട്ടയാളാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ BJPയുടെയും CPMന്റെയും അന്തർധാര രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് കേരളത്തിലെ പോളിറ്റിക്സ് മുങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ കേരളത്തിൽ വർഗീയ വിഭജനം ഉണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നാണ് പ്രസ്താവനകളിലൂടെ UDF ആവർത്തിക്കുന്നത്. ഇതിനെതിരെ പ്രചാരണം ശക്തമാക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസിനുള്ളിലെ അധികാര വടംവലി പരസ്യമാകുന്നു. VD സതീശനെ കടന്നാക്രമിച്ചും രമേശ് ചെന്നിത്തലയെ തലോടിയുമുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയോട് നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയാകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ് അയോഗ്യതയെന്ന് K സുധാകരനും, മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സമുദായ സംഘടനകൾക്ക് അഭിപ്രായമാകാമെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസിൽ നടക്കുന്ന അധികാര വടംവലിയിൽ സമുദായ നേതൃത്വവും കക്ഷി ചേരുന്നതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ. വിമർശനങ്ങൾ ഉൾക്കൊള്ളുമെന്ന സതീശന്റെ പ്രതികരണം വന്നിട്ടും വീണ്ടും പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചുള്ള വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനങ്ങൾ ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. കോൺഗ്രസ് തന്നെ നശിപ്പിക്കാനല്ലേ ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ സ്വയം പ്രമാണിയാകാൻ ശ്രമിക്കുമ്പോൾ സ്വയം പ്രാണിയായി മാറുകയാണ്. അഹങ്കാരത്തിന് കൈകാലം വെച്ചതാണ്. പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെ ശക്തമായി വിമർശിച്ച നേതാവാണ് VD സതീശൻ. എന്നാൽ പ്രതിപക്ഷ നേതൃപദവി ആവശ്യപ്പെടുന്ന സമവായത്തിന്റെ ശൈലി സ്വീകരിച്ചിരിക്കുന്ന സതീശൻ സമുദായ നേതാക്കളുടെ വിമർശനങ്ങൾ തണുപ്പിച്ചെടുക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എല്ലാ ഹൈന്ദവ സംഘടനകളെയും സംഘപരിവാർ വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ച് നിന്ന നേതൃത്വമാണ് NSSനുള്ളത്. അത് ഞാൻ 2022-ലും 2023-ലും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്നോട് എനിക്ക് NSSുമായിട്ട് വല്ല എതിർപ്പുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത് ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് സമാനമായി സാമുദായിക പിന്തുണ ഉറപ്പിച്ചാണ് 2026 മത്സരത്തിനുള്ള രമേശിന്റെ തയ്യാറെടുപ്പ്. വെള്ളാപ്പള്ളിയെ തള്ളാതെയുള്ള രമേശിന്റെ പ്രതികരണങ്ങൾ അത് വ്യക്തമാണ്. നമ്മുടെ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നമ്മുടെ പാർട്ടിയാണ്. പക്ഷേ സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒന്നിനും അയോഗ്യതയുള്ള ആളല്ല ചെന്നിത്തല എന്ന പ്രതികരണവുമായി KPCC അധ്യക്ഷനും അധികാര വടംവലിയിൽ കക്ഷി ചേർന്നു. അദ്ദേഹത്തിന് അയോഗ്യത ആർക്കും വ്യക്തിപരമായ ആർക്കും അഭിപ്രായം പറയാലോ. വലുത് തെറ്റ്. രമേശ് ചെന്നിത്തല ഇന്നലെ വന്ന രാഷ്ട്രീയക്കാരനൊന്നുമല്ലല്ലോ. KSUവിൽ നിന്ന് വന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ആളിനെയാണ് അദ്ദേഹം. അനുകൂലമായ രാഷ്ട്രീയാന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിനായി പ്രയത്നിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ച് പോരടിക്കുന്നത് UDFന് ഗുണം ചെയ്യില്ല. ഇക്കാര്യങ്ങൾ ഘടകകക്ഷികൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈത്തിന്റെ ആദരം. മുബാറക് അൽ കബീർ മെഡൽ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ഇന്ത്യക്ക് ലഭിച്ച ആദരമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിവിധ ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് അമീർ ഷെയ്ഖ് മൊഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ്, കുവൈറ്റ് കിരീടാവകാശി സബാഹ് അൽ ഖാലിദ് അൽ സബാഹ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, കൃഷി, പ്രതിരോധം തുടങ്ങി വിവിധ മേഖലകളിൽ കരാറുകളിൽ ഒപ്പുവെച്ചു. 4 ഉഭയകക്ഷി കരാറുകളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ബയാൻ പാലസിലെത്തിയ പ്രധാനമന്ത്രി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. കുവൈറ്റ് പരമോന്നത ബഹുമതിയായി നൽകുന്ന മുബാറക് അൽ കബീർ മെഡൽ കുവൈറ്റ് അമീർ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. രാജ്യത്തിന് ലഭിച്ച ആദരമെന്ന പ്രധാനമന്ത്രി 1500ഓളം ഇന്ത്യൻ പൗരന്മാരുള്ള കുവൈറ്റിലെ മിന അബ്ദുള്ളയിലെ ഗൾഫ് സ്പീക്ക് ലേബർ ക്യാമ്പ് പ്രധാനമന്ത്രി സന്ദർശിച്ചു. ക്യാമ്പിലെ തൊഴിലാളികളുമായി സംവദിച്ച പ്രധാനമന്ത്രി അവർക്കൊപ്പം ലഘുഭക്ഷണവും കഴിച്ചാണ് മടങ്ങിയത്. 24 ഡൽഹി. വാർത്തകളിലേക്ക് വീണ്ടും. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് വിജിലൻസിന്റെ കണ്ടെത്തൽ. 2 ആഴ്ചയ്ക്കകം വിജിലൻസ് റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകും.
3 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവങ്കോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി, കരിപ്പൂർ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ 4 ആരോപണങ്ങളിലാണ് പ്രധാനമായും അന്വേഷണം നടന്നത്. ADGP കവടിയാറിൽ വീട് നിർമ്മിക്കുന്നത് SBIയിൽ നിന്ന് 1.5 കോടി രൂപ വായ്പ എടുത്താണെന്നും വീട് നിർമ്മാണം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്തുവിവര പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. കുറവങ്കോണത്ത് ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചുവിറ്റു എന്ന ആരോപണവും വിജിലൻസ് തള്ളി. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് ആരോപണവും തെളിയിക്കാനായില്ല. സുജിത് ദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വരെ കേസുകളിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും MR അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്നുവെന്നും വിജിലൻസിന് ലഭിച്ചിട്ടില്ല. അന്തിമ റിപ്പോർട്ട് അന്വേഷണ സംഘം ഉടൻ DGPക്ക് കൈമാറും. വിജിലൻസ് അന്വേഷണം ശരിയായ ദിശയിലായിരുന്നില്ലെന്ന് PV അൻവർ MLA. ഇതൊരു നെക്സസ് ആണ്. ഈ ഒരു നെറ്റോറിയസ് ക്രിമിനൽ സംഘമുണ്ട്. അപ്പൊ സ്വാഭാവികമായും അജിത് കുമാറിന്റെ അന്വേഷണം അങ്ങനെയല്ലേ വരുള്ളൂ. വിജിലൻസ് റിപ്പോർട്ടിനെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. അദ്ദേഹത്തെ എന്താ ചെയ്തത്? 10ാം ക്ലാസ് A ഡിവിഷനിൽ നിന്ന് C ഡിവിഷനിലേക്ക് മാറ്റി. ഒരു സസ്പെൻഷൻ പോലും കൊടുത്തില്ല. എന്നിട്ട് DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അജിത് കുമാറിനെതിരെ ഇനി നിലവിലുള്ളത് തൃശൂർ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണം മാത്രമാണ്. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി പോലീസ് ഡയറിയാണ്. പോലീസ് ഡയറിയുമായി പ്രേക്ഷകർക്കൊപ്പം സുഹൈൽ മുഹമ്മദ് എത്തും. നമസ്കാരം.